അപ്പോൾ ഇപ്പം ഞാൻ ബിരിയാണി കാണിച്ചല്ലേ, അത് അടുപ്പത്ത് കീച്ച വഴാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആവി പോകുന്നത്. അപ്പോൾ ബിരിയാണി റെഡി, ചിക്കൻ കറി റെഡി, ചിക്കൻ 65 റെഡിയാണ്. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യാൻ പോകുന്ന പോലെ നല്ല കാറ്റാണ്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ നമുക്ക് പാർക്കിൽ തന്നെ പോകണം. അപ്പോൾ നമ്മളിനി സ്കൂൾ തുറക്കാൻ പോകല്ലേ, അപ്പോൾ അടുത്ത വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ നമ്മൾ അടുത്ത കൊല്ലമാണ് കാണുക. കുക്കൂട്ടീനി നമ്മളിനി അടുത്ത കൊല്ലമാണ് കാണുക. ഇവിടെ നമ്മൾ മറക്കൊന്നുമില്ല, നമ്മളിവിടെ തീറ്റി പോറ്റിയല്ലേ, അപ്പോൾ മറക്കൊന്നുമില്ലല്ലോ. പാച്ചുനി നമ്മൾ അടുത്ത കൊല്ലമാണ്. പാച്ചോ എപ്പോൾ നോക്കും വിളിച്ചാൽ കുക്കൂട്ടി, ഇനി തന്നെ അറിയില്ല കുക്കൂട്ടി ആരാണ്. അപ്പോൾ പാച്ചു നമ്മൾ ചെറുപ്പം മുതലേ പാച്ചുന്ന് വിളിച്ച ശീലമാണ്. അപ്പോൾ പാച്ചുന്ന് വിളിക്കുമ്പോൾ പാച്ചുവിനെ അറിയാം. അപ്പോൾ ഇതിന് നമ്മളിപ്പാണ് കാണുമ്പോൾ ഇനി. അപ്പോൾ ഇതിനെ നമ്മൾ ചെറുതിനെ വളർത്തിയല്ല. കുക്കു 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 കണ്ട, ഇതിന് തന്നെ അറിയില്ല ആരാ കുക്കൂന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാറ്റത്ത് പുറത്തിരിക്കുകയാണ്. എൻ്റെ കുക്കൂട്ടിയുണ്ട്. കുക്കൂട്ടി അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് നമുക്ക് തിന്നണം. അതാണ് ഈ മെയിൻ പരിപാടി. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇവിടെ അങ്ങ് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കിക്കോ. പിന്നെ താഴെ കിടക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതും കൂടി അങ്ങനെ കേക്ക്. പിന്നെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ചിക്കനും ഇവിടെ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇവിടുന്ന് പൊരിക്കുകയാണ്. ഇത് ചിക്കൻ കറിയാണ്. സ്കൂൾ പൂട്ടിയതുകൊണ്ട് കുറച്ച് എഴുതാനൊക്കെ ടീച്ചർ അയച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി അയച്ചു കൊടുത്തു. ഞാൻ ഈ ഫോണ് പിടിച്ചിരിക്കുന്ന എന്നാന്നറിയില്ല, കുക്കൂട്ടീൻ്റെ എന്തോ അന്തം പിടിച്ച പോലെ നോക്കുന്നു എന്നാണ്. കുക്കു ഇനി കുക്കൂന്നൊന്നും വിളിച്ചാൽ അറിയില്ല, ഈനെ അങ്ങനെ തന്നെ വിളിക്കണം, എന്നാലും ഉണ്ട്. പാച്ചു പാച്ചു ഇപ്പം മൂടില്ല. അപ്പോൾ ഇത് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. വലിയ ചോറിന് സൂപ്പർ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അടുക്ക് പിടിച്ച് കഴിഞ്ഞു. സൂപ്പർ ആയിക്കട്ടെ. അപ്പോൾ അടുത്തിടെ കാണാം. ബൈ.